കാരണം ഒരാൾ നമ്മളെ ഇപ്പോൾ വിളിക്കുന്ന സമയം അല്ലെങ്കിൽ വരുന്ന സമയം, ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് അന്നത്തെ ദിവസം, ഏത് ദിവസമാണ് വരുന്നത്, ആ ദിവസത്തെ നക്ഷത്രം, തിഥി, കരണം. നമുക്ക് അങ്ങനെ ശത്രുക്കളില്ലാത്ത ആളുകളുണ്ടോ? ഏത് രീതിയിൽ നമ്മൾ എത്ര തന്നെ നന്നായി പ്രവർത്തിച്ചാലും എന്തെങ്കിലും രീതിയിൽ ശത്രുക്കളുണ്ടോ? അവര് നമ്മളെ നോക്കി അല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചു ദോഷം പറഞ്ഞു നമ്മളോട് മരിക്കും. ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് യോഗ അഭ്യസിക്കുക. യോഗ എന്ന് പറയുമ്പോൾ ഈ ഭക്തിയോഗം കൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ള യോഗമാണ് ഭക്തിയോഗം. ഇങ്ങനെയുള്ള സമയത്താണ് വരുന്നത്, അങ്ങനെയുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ നിമിത്ത ശാസ്ത്രത്തിൽ നമുക്ക് പറയുന്നുണ്ട്. നമസ്കാരം. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് പ്രശ്നം ജാതകത്തിലുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഗണിച്ച് അവരുടെ കൃത്യമായ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് അതിനുള്ള ആവശ്യമുള്ള എല്ലാ ചെയ്തു കൊടുക്കുന്ന ഒരു ദിവ്യനാണ് അങ്ങ്. അപ്പൊ അങ്ങയുടെ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ താമ്പൂല ജ്യോതിഷം എന്ന് കേട്ടിട്ടുണ്ട്, അത് പലരും കേട്ടിട്ടുള്ളൂ. ഈ എന്താണ് യഥാർത്ഥത്തിൽ താമ്പൂല ജ്യോതിഷം? അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ഹോരേത്ര വികല്പമേകെ വാഞ്ചന്തി പൂർവാപര കർമ്മലോപ കർമാർജിതം പൂർവ്വ ഭവേസദാദി എത്തക്സ് പങ്ക്തി സോഭി വെനക്തി എന്നാണ് പറയുന്നത്. അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തതായ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ജ്യോതിശാസ്ത്രം തന്നെ പറയുന്നത്. അതിൽ ഈ ജ്യോതിശാസ്ത്രത്തിൽ ഈ ജാതകം എന്നുണ്ട്. ജാതകം എന്ന് പറയുന്നത് ഒരാൾ അല്ലെങ്കിൽ എപ്പോൾ ജനിച്ച ആ സമയത്ത് ഈ ഗ്രഹങ്ങൾ രാശിചക്രത്തിൽ ഏതേത് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു, ഏതേത് ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ ലഗ്നം, ആ ജനിച്ച സമയം സൂര്യൻ അഭിമുഖമായി കിഴക്കേ ചക്രവാളത്തിൽ ഭൂമി ഏതു ഭാഗത്തെത്തി എന്നുള്ളതിനെ കുറിച്ചാണ് ലഗ്നം. ആ ലഗ്നത്തിനനുസരിച്ചായിരിക്കും ഓരോ ജന്മങ്ങൾ, അതായത് മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ ഓരോന്നിൻ്റെയും ആ പ്രവൃത്തി ഉണ്ടാകുന്നതും അവരുടെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കുന്നതും എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ഈ ശാസ്ത്രത്തിൽ തന്നെ താമ്പൂല ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മളെ ജാതകത്തിൽ ചിലപ്പോൾ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ കാണും, പക്ഷെ നമ്മളെ അനുഭവ ജീവിതത്തിൽ നമുക്കത് സാധ്യമല്ലാതെ വരുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിനാണ് പ്രശ്നവിധി എന്ന് പറയുന്നത്. പ്രശ്നം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ പല രീതിയിലുണ്ട്. താമ്പൂല പ്രശ്നമുണ്ട്, വരാടി, അതായത് കബഡി എന്ന് പറയുന്ന വരാടി വെച്ചുള്ള പ്രശ്നമുണ്ട്. അത് മാത്രമല്ല രാശിചക്രം വരച്ചുള്ള പ്രശ്നമുണ്ട്. രാശിചക്രം വരച്ച് സ്വർണം വെച്ച് അതിലുകൊണ്ട് പ്രശ്നമുണ്ട്. അപ്പോൾ തൽക്കാലമായ നിമിത്തങ്ങൾ, തൽക്കാലമായ കാര്യങ്ങൾ എന്തുകൊണ്ട് ചിലപ്പോൾ ജാതകത്തിൽ ചിലർക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അനുഭവയോഗ്യമല്ലാതെ വരുമ്പോൾ അതിന്റെ കാരണം കണ്ടു. അതിലൊരു കാരണമാണ് താമ്പൂല ജ്യോതിഷം എന്ന് പറയുന്നത്. താമ്പൂലം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു വെറ്റിലയാണെങ്കിലും ആ വെറ്റിലയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പൊ താമ്പൂല അഗ്രേ നിവസതി രമ, മധ്യതോ വാഗദീശ, പൃഷ്ഠേ ജ്യേഷ്ഠ, ഹിമഗുരുസുത വാമഭാഗെ, അന്യതോ ഭൂ, അന്തർവിഷ്ണു ബഹുരുടുപതി, ശങ്കരാചൗച്ച കോണെ, ശക്രാദിത്യ ഉപരി, മദനാ സർവതോ നാഗവല്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു താമ്പൂലത്തിൽ, നമ്മൾ കാണുന്ന ഒരു താമ്പൂലത്തിൽ ഇത്രയും ദേവതകൾ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ദേവതകൾ അടങ്ങിയിരിക്കുന്ന ഒരു താമ്പൂലം, ആ താമ്പൂലത്തിനെ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ പ്രശ്നം പറയുന്നത്. അപ്പം താമ്പൂലത്തിൽ അഗ്രത്തിൽ കുടികൊള്ളുന്നത് ലക്ഷ്മിയാണെന്നും മധ്യത്തിൽ സരസ്വതിയാണെന്നും പൃഷ്ഠഭാഗത്ത് ജ്യേഷ്ഠയാണെന്നും വലതുഭാഗത്ത് ഭൂമിദേവി, ഇടതുഭാഗത്ത് പാർവതി ദേവിയും, അന്തർവിഷ്ണു അകത്ത് വിഷ്ണുവും പുറത്ത് ചന്ദ്രനും, ശങ്കരാചോ കോണുകളിൽ ബ്രഹ്മാവും ശിവനും, ശക്രാദിത്യ ഉപരി ഒരു ഭാഗത്ത് ദേവേന്ദ്രനും സൂര്യനും, ചുറ്റും കാമദേവനും, ഇത്രയും അടങ്ങിയിരിക്കുന്നതാണ് ഒരു താമ്പൂലം എന്ന് പറയുന്നത്. അപ്പൊ ഈ താമ്പൂലത്തിനെ വെച്ച് നമ്മൾ താമ്പൂലം എടുക്കുമ്പോൾ താമ്പൂലത്തിനെ നമുക്ക് ഒരാൾ താമ്പൂല ജ്യോതിഷം, ആ താമ്പൂലത്തിന് താമ്പൂല സംഖ്യ ദ്വിഗുണാം ശരകനാം, തന്നിരിക്കുന്ന താമ്പൂലത്തിന് 2 കൊണ്ട് ഗുണിക്കുക, പിന്നെ അതിനെ 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിനോട് 1 കൂട്ടുക, എന്നിട്ട് 7 കൊണ്ട് അതിനെ ഹരിക്കുക. 7 എന്ന് പറയുന്നത് താരാഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളാണ് 7 ഗ്രഹങ്ങളെ കൊണ്ട് ഹരിക്കുക. അപ്പോ കിട്ടുന്ന ശിഷ്ടം എത്ര വരുന്നു അതാണ് ആ താമ്പൂല ആരൂഢം എന്ന് പറയുന്നത്. ആ താമ്പൂല ആരൂഢം 1 വന്നാൽ സൂര്യൻ, 2 വന്നാൽ ചന്ദ്രൻ, 3 വന്നാൽ ചൊവ്വ, 4 വന്നാൽ ബുധൻ, 5 വന്നാൽ വ്യാഴം, 6 വന്നാൽ ശുക്രൻ, 7 വന്നാൽ ശനി എന്നാണ്.
അപ്പൊ ഈ ദേവതകൾക്ക് ഓരോരോ ഉണ്ട്. സൂര്യൻ വന്നാൽ ദുഃഖമാണെന്നും, ചന്ദ്രൻ വന്നാൽ പിന്നെ സുഖകൃത്താണ്, സുഖമാണെന്നും, ചൊവ്വയാണ് വരുന്നതെങ്കിൽ അത് കലഹപ്രിയനാണ്, കലഹം ഉണ്ടാകുമെന്നും, ബുധനും വ്യാഴവും വന്നാൽ ധനവരവ് ഉണ്ടാകുമെന്നും, ശുക്രൻ വന്നാൽ സർവാഭീഷ്ടവും നടക്കുമെന്നും, മരണായവൻ ശനി വന്നാൽ മരണവും ദുഃഖമാണെന്നും അതിന്റെ കാരകമാണ്. അതാണ് കാണുന്നത്. അത് വെച്ചിട്ടാണ് ആരൂഢം എടുത്തിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ ആരൂഢം എടുത്തിട്ട് നമ്മളിപ്പോൾ സൂര്യനാണ് വന്നു, അല്ലെങ്കിൽ വേറെ ഏത് ഗ്രഹമാണോ ആ ഗ്രഹം നിൽക്കുന്ന രാശി, അതാണ് ആരൂഢം. ആ ഗ്രഹമാണ് താമ്പൂല ഗ്രഹവും. അത് വച്ചിട്ടാണ് താമ്പൂലത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നത്. അത് പറയുമ്പോൾ ആ ആളിനെ, ആ ഇരിക്കുന്ന ആളിനെ ഇപ്പോൾ അനുഭവിക്കാൻ വന്ന കാരണങ്ങൾ, ആ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ദേഹത്തിന്റെ ആകാര സ്വാസ്ഥ്യം സ്ഥിതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ, ഇതൊക്കെ ആ താമ്പൂലത്തിൽ. പിന്നെ താമ്പൂലത്തിൽ കുറെ ലക്ഷണങ്ങളും ഉണ്ട്. ആ ലക്ഷണം വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. ആരൂഢം വെച്ചാണ് പ്രധാനമായിട്ടും കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ വ്യക്തിക്ക് ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നതായ ദോഷങ്ങൾ എന്താണെന്ന് ഈ താമ്പൂലം നമുക്ക് കാണിച്ചു തരും, ആരൂഢം നമുക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് താമ്പൂല ജ്യോതിഷം പറയുന്നത്. ഇപ്പൊ താമ്പൂല ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ വരുമ്പോൾ അദ്ദേഹം വരുന്ന ലക്ഷണം നോക്കിയാണ്, ഈ വരുന്ന ലക്ഷണം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ നിറം അതൊക്കെ നോക്കിയാണ്, എങ്ങനെയാണ് അത് ഗ്രഹിച്ചെടുക്കുന്നത്? അതായത് അത് അത് വേറൊന്നാണ്, അത് നിമിത്ത ശാസ്ത്രമാണ്. അതായത് വരുന്ന ആളിന്റെ ലക്ഷണം, അയാളുടെ വസ്ത്രം, അയാൾ ഇരിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നു, എങ്ങനെയാണ് ചോദിക്കുന്നു, ഇതൊക്കെ നിമിത്ത ശാസ്ത്രത്തിൽ വരുന്നതാണ്. ഇതും ഈ ജ്യോതിശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് നിമിത്തം. അതും ഇതിൽ പ്രശ്നത്തിലുണ്ട്. പക്ഷേ താമ്പൂല ആരൂഢം കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞതായ ആരൂഢം വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നിമിത്തത്തിന് അതിന് പ്രത്യേക ലക്ഷണങ്ങളും പ്രത്യേക കാര്യങ്ങളുണ്ട് നിമിത്തത്തിന്. കാരണം ഒരാൾ നമ്മളെ ഇപ്പോൾ വിളിക്കുന്ന സമയം, അല്ലെങ്കിൽ വരുന്ന സമയം, ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് അന്നത്തെ ദിവസം, ഏത് ദിവസമാണ് വരുന്നു, ആ ദിവസത്തെ നക്ഷത്രം, തിഥി, കരണം, അന്ന് വിഷകടിയ സമയത്താണോ ഉഷ്ണശിഖ സമയത്താണോ വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗണ്ടാത ദോഷമുള്ള സമയത്താണോ വരുന്നത്, വേറെ എന്തെങ്കിലും അശുഭമായ കാര്യങ്ങളാണോ, പിന്നെ ഏകാർഗളം ഇങ്ങനെയുള്ള സമയത്താണോ വരുന്നത്, അങ്ങനെയുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെതായ ദോഷങ്ങൾ നിമിത്ത ശാസ്ത്രത്തിൽ നമുക്ക് പറയുന്നുണ്ട്, നിമിത്തം പറയുന്നുണ്ട്. ആ നിമിത്തത്തിനോടൊപ്പം തന്നെ ഇത് നമുക്ക് താമ്പൂല ജ്യോതിഷം കൊണ്ട് നമുക്ക് ആരൂഢം കൊണ്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം. ആരൂഢം കൊണ്ട് നമുക്ക് ഓരോ ഭാവങ്ങളെയാണ് നമ്മൾ പറയുന്നത്. ഒരു ഭാവം, കാരണം ആരൂഢ ഭാവം കൊണ്ട് ദേഹത്തിന്റെ സ്ഥിതിയും സൗഖ്യവും ബാക്കിയുള്ള കാര്യം, രണ്ടാം ഭാവം കൊണ്ട് വിദ്യാകാര്യങ്ങളും, മൂന്നാം ഭാവം കൊണ്ട് സഹോദര സ്ഥാനം, സഹായസ്ഥാനങ്ങൾ, നാലാം ഭാവം കൊണ്ട് കുടുംബം, ഇങ്ങനെ ഓരോ ഭാവങ്ങൾ വെച്ചാണ് അത് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ വലിയൊരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ അദ്ദേഹം കച്ചവടം നടത്തി നല്ല കാശൊക്കെ വന്നുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് ജാതകദോഷം കൊണ്ടാണോ ദൃഷ്ടിദോഷം കൊണ്ടാണോ സംഭവിക്കുന്നത്? സാധാരണ നാട്ടുകാർ പറയുന്നത് ഭയങ്കര ദൃഷ്ടി വീണ കൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. അല്ല, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അതായത് ദൃഷ്ടിദോഷം കൊണ്ട് ഒരാൾ മരിക്കൊന്നുമില്ല, മനസ്സിലായില്ലേ? ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ആഭിചാര ദോഷങ്ങൾ എന്നൊക്കെ പറയുകൊണ്ട് ചിലപ്പോൾ ചില കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം എന്നുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശാപദുരിതങ്ങൾ ഉണ്ടാക്കാന്നല്ലേ. ഒരാളിനെ മരണത്തിലേക്ക് നയിക്കാൻ അതിനൊന്നും കഴിയില്ല. മരണം എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതും നിശ്ചയിച്ചിട്ടുണ്ട്. അത് എവിടെ ഇരുന്ന് മരിക്കണോ, കിടന്നു മരിക്കണോ, സ്ഥിരരാശിയാണെങ്കിൽ സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണോ, ചരരാശിയാണ് യാത്ര പോകുമ്പോൾ മരിക്കണോ, ഉഭയരാശിയാണ് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കിടന്ന് മരിക്കണോ, ഇങ്ങനെയുള്ളതൊക്കെ അത് എങ്ങനെ മരിക്കണം, അവിടെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണ്, ആ ഗ്രഹത്തിന്റെ ഫലം അനുസരിച്ചൊക്കെ ആയിരിക്കും മരണം വരുന്നത്. ഇതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ കൂട്ടിക്കുഴയ്ക്കായിരുന്നു. കാരണം അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. കാരണം അയാൾ നോക്കിയത് കൊണ്ടാണ്, അയാളെ വിളി കൊണ്ടാണ് മരിച്ചത്, അങ്ങനെയൊന്നും മരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും നോക്കിയാൽ എല്ലാവരും മരിക്കണ്ടേ? നമുക്ക് ശത്രുക്കളില്ലാത്ത ആളുകളുണ്ടോ? ഏത് രീതിയിലും നമ്മൾ എത്ര തന്നെ നന്നായി പ്രവർത്തിച്ചാലും എന്തെങ്കിലും രീതിയിൽ ശത്രുക്കളുണ്ടോ? അവർ നമ്മളെ നോക്കി, അല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചു, അല്ലെങ്കിൽ ദോഷം പറയുന്നത് നമ്മളവിടെ മരിക്കും? അത് നടക്കില്ല. അത് വെറുതെ പറയാനാണ്. ഇപ്പൊ സാധാരണ ഒരു ശത്രുദോഷം നമ്മളെ ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ശത്രുദോഷം മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ശത്രുദോഷം ഒഴിവ് ചെയ്യുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ അവിടെ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരാണ് അവിടെ പൂജ നടക്കുന്നത്, അതോ നമ്മളെ മനസ്സിനെ ഉള്ളിലുള്ള ശത്രുവിനെ ഇല്ലാതാക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പൂജ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ശത്രു എന്ന് പറയുന്നത്, നമ്മളിപ്പോ ആരെങ്കിലും ഒരാളിനെ പോയിന്റ് ചെയ്ത് കാണിച്ചിട്ട് ഇന്നാരാണ് ശത്രു നമ്മുടെ മനസ്സിലുള്ളത് കാണും. പക്ഷെ ആക്ച്വലി അയാളായിരിക്കില്ല ശത്രു. അപ്പൊ ശത്രുത എന്ന് പറയുന്ന പല രീതിയിലും ഉണ്ട്. നമ്മളെ ഉള്ളിൽ തന്നെയാണ് നമ്മളെ ശത്രു ഇരിക്കുന്നത്. ഇപ്പൊ ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾ വേറൊരാളിനെ നശിപ്പിക്കാനോ വേറെ രീതിയിലുള്ള നമ്മൾ ചെയ്യുന്നത്. ശത്രു സംഹാരം എന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലുള്ള ശത്രുവിനെ തന്നെ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്കാണ് നമ്മളിവിടെ പൂജ ചെയ്യുന്നത്.
പക്ഷെ ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പൂജ ചെയ്യുന്നത് നമ്മൾക്ക് എതിരായിട്ടിരിക്കുന്ന ആ ശത്രുവിനെ നമുക്ക് സംഹരിക്കാനാണ് ചെയ്യുന്നത്. പക്ഷെ ഈശ്വരൻ അതല്ല ചെയ്യുന്നത്. കാരണം സ്വന്തം ശത്രു എന്ന് തന്നെ സ്വന്തം അഹങ്കാരമാണ്. കാമം ക്രോധം മോഹം ലോഭം തെക്വാത്മാനം ഭാവയ ഭോഗം ആത്മജ്ഞാന വിഹീന മൂഢാസ്തേ പച്യന്തേ നരക നിഗൂഢ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാമം ക്രോധം മോഹം ലോഭം ഇതാണ് നമ്മുടെ ശത്രു. ഈ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇതിനെ തന്നെ നമ്മൾ നശിപ്പിച്ചാൽ നമുക്ക് ശത്രുതയില്ല. പക്ഷെ നമ്മൾ വേറൊരാളെ പോയിന്റ് ചെയ്ത് അയാൾ അങ്ങനെ നമുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാളായിരിക്കില്ല ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉള്ളിലുള്ള ശത്രുവിനെ നശിപ്പിക്കുക തന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതില് ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് യോഗ അഭ്യസിക്കുക. യോഗ എന്ന് പറയുമ്പോൾ ഈ ഭക്തിയോഗം കൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ള യോഗമാണ് ഭക്തിയോഗം. അപ്പൊ ഈ കലിയുഗത്തിൽ മന്ത്രജപമാണ് പറഞ്ഞിരിക്കുന്നത്, നാമജപമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടദേവതയുടെ നാമം ജപിക്കുക. അതുവഴി നമുക്ക് കുറെ മനസ്സമാധാനവും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് മറ്റുള്ള ആളുകളുടെ അടുത്തുള്ള വെറുപ്പ് വിദ്വേഷമൊക്കെ മാറിക്കിട്ടും. അല്ല, കുറെ കൂടെ ഉയർന്ന തലത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് പോവാം. പക്ഷെ ആ രീതിയിൽ പോകാനായിട്ട് ഇന്നത്തെ ആളുകൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഭക്തിയോഗമാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതിൽ പ്രധാനം എന്നുള്ളത് കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹരേർ നാമ ഇവ കേവലം കലോ നാസ്ത്യവ ഗതിരന്യഥ എന്നാണ്. അതുകൊണ്ട് കലാപകലുഷിതമായ കലിയുഗത്തില് ഹരിയുടെ നാമം ജപിക്കുക, ഹരിയുടെ നാമം ഇഷ്ടദേവന്റെ നാമം ജപിക്കുക. ആ നാമജപം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആളുകൾക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. അപ്പം നാമം ജപിക്കുക എപ്പോഴും ജപിക്കുക എന്നുള്ളതാണ്. എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഋതുവായ പെണ്ണിന് ഇരപ്പനും ദാഹനും പതിതനും അഗ്നി യജനം ചെയ്ത പൂസുരനും ഹരിനാമ കീർത്തനം എപ്പോഴും ആർക്കും എഴുതല്ല എന്നാണ് പറയുന്നത്, എപ്പോഴും ജപിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാമജപമാണ് ആചാര്യന്മാർ ഇതിന് പറഞ്ഞിരിക്കുന്നതായ കലിയുഗത്ത് പറഞ്ഞിരിക്കുന്നതായ പ്രതിവിധി.